നന്ദുവിനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് നയന സ്കൂട്ടർ എടുത്ത് നന്ദാവനത്തിൽ എത്തുന്നുണ്ട്. അതേസമയം അച്ഛൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നയനയുടെ ഈ വരവ് കണ്ടപ്പോൾ അച്ഛൻ ആകെ ഷോക്കാവുകയാണ്. അച്ഛ, എന്തിനാ ഇങ്ങനെ പട്ടിയും പൂച്ചയും പോലെ നന്ദുവിനെ കൂട്ടിൽ അടിച്ചിട്ടിരിക്കുന്നേ? മോൾ എന്തിനാ ഇത് അന്വേഷിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കിതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എന്തിനാ നന്ദുവിനെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്. തക്കതായി എന്തോ കാര്യമില്ലാതെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛ, ഞാൻ നന്ദുവിനെ കണ്ടിട്ട് വരാം. മോളെ, ആ വാതിൽ തുറക്കുന്നതൊക്കെ കൊള്ളാം. അവളെ പുറത്തേക്ക് വിടരുത്. ഇപ്പൊ അവള് പണ്ടത്തെ പോലെയല്ല, ഒരു വാക്ക് പറഞ്ഞ് അനുസരിക്കില്ല. അങ്ങനെ നന്ദുവിനെ പൂട്ടിയിട്ടിരിക്കുന്ന ഡോറ് നയന തുറക്കുന്നുണ്ട്. ഡോറ് തുറന്നുടൻ നന്ദു നയനേച്ചിയെ കാണുന്നുണ്ട്. ആ സമയം തന്നെ ആ സങ്കടത്തിലെ നന്ദു ഓടിച്ചെന്ന് നയനേച്ചിയെ കിട്ടിപ്പിടിക്കുകയാണ്. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? അച്ഛൻ നിന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പൂട്ടിയിട്ടില്ല എന്നറിയാം. എന്താ കാര്യം നീ ചേച്ചിയോട് പറഞ്ഞൂടെ? എനിക്കറിയില്ല ചേച്ചി എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്. ഒരു കാര്യമില്ലാതെ മോളെ എങ്ങനെ പൂട്ടിയിടും അച്ഛൻ? എന്താ മോളെ കാര്യം? എനിക്കറിയില്ല ചേച്ചി, അച്ഛൻ എന്താ പ്രശ്നമെന്ന്. മോളെ, അമ്മ എങ്ങനെ ചെയ്താൽ എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു. കാരണം അമ്മ പണ്ട് മുതലേ നമ്മൾ ചെറിയ വഴക്ക് കൂടുമ്പോഴും നമ്മളിങ്ങനെ മുറിയിൽ പൂട്ടിയിടാറുണ്ട്. പക്ഷെ അച്ഛൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ പൂട്ടിയിടാറില്ല. എനിക്കറിയില്ല ചേച്ചി എന്താണെന്ന്. മോളെ, മോളുടെ വിഷമം എന്താണെന്ന് അറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാ ചേച്ചി ഇവിടെ 2-3 ദിവസം വന്നു നിന്നത്. അപ്പോഴേക്കും ആദർശേട്ടൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒന്നും നടന്നില്ല. ചേച്ചി, ആദർശേട്ടൻ ഇപ്പോ ചേച്ചിയോട് സ്നേഹമുണ്ടോ? ആദർശേട്ടന് സ്നേഹമുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മോളുടെ പ്രശ്നം പറ. ഒന്നുമില്ല ചേച്ചി. ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ ചേച്ചിക്ക് ചായ എടുക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. എനിക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ മതി. ചേച്ചി ഇരിക്കു ചേച്ചി, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദു കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ആ സമയം തന്നെ നയനയുടെ മനസ്സിലേക്ക് ഓരോന്നിങ്ങനെ കടന്നു വരിക കേട്ടോ. അതേസമയം തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂന്ന് തീരുമാനിച്ചിട്ട് നയന നന്ദു പോയി തക്കം നോക്കിയിട്ട് നന്ദുവിന്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ അനിത ആരാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയന. അതേസമയം അനിത അതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അനിത ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി പേരെങ്ങാനും മാറ്റി സേവ് ചെയ്തോ? എന്തായാലും ആ കോള് വന്നിരുന്ന സമയം ഏകദേശം 12:30 മണിയൊക്കെ ആയി കാണും. ദേ, ഈ കാണുന്ന നമ്പർ തന്നെയല്ലേ ആ അനിത വിളിച്ചിരുന്ന നമ്പർ? അയ്യോ, ഇത് അനിയുടെ നമ്പർ അല്ലേ? അതെ, ഇത് അനിയുടെ നമ്പർ തന്നെയാ. ഈ അനി രാത്രി പല സമയത്തും നന്ദുവിനെ വിളിച്ചിട്ടുണ്ടല്ലോ. അനി എന്തിനാ രാത്രിയൊക്കെ നന്ദുവിനെ വിളിക്കുന്നത്? അപ്പോൾ തന്നെ നയനയുടെ മനസ്സിലേക്ക് ഓരോന്നിങ്ങനെ കടന്നു വരാട്ടോ. ഇനിയിപ്പോ ആ അനിയും നന്ദുവും തമ്മിൽ എന്തെങ്കിലും കാണോ? അയ്യോ, എന്തൊക്കെ ഈശ്വരൻ ഞാൻ ആലോചിക്കുന്നത്. നന്ദു അനിയും നല്ല ഫ്രണ്ട്സ് ആണല്ലോ, പിന്നെ എങ്ങനെ ഇതൊക്കെ? ഇത് കണ്ടതോടുകൂടി നയനയുടെ സമതലയാകെ തെറ്റാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സിറ്റ് ഔട്ടിലേക്ക് ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോവുക. അതെന്താ മോളെ, വന്ന പാടെ ഒന്ന് ഇരുന്ന് ചായ പോലും കുടിക്കാതെ പോകുന്നത്? നന്ദു ചായ എടുക്കാൻ പോയിട്ടില്ലേ? എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വന്നതാ. പക്ഷെ ആരും എന്നോടൊന്നും പറയുന്നില്ലല്ലോ. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ പോകുക. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നന്ദു ചായ ഇട്ട് വരുന്നുണ്ട്. ചേച്ചി ചായ? വേണ്ട മോളെ, എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ പിന്നെ വരാം. ഈ അച്ഛൻ്റെ മനസ്സിലിങ്ങനെ ഓരോന്ന് തോന്നുന്നുണ്ട്. ഇനി മോൾക്ക് എന്തെങ്കിലും പിടികിട്ടി കാണോ? എന്തായാലും നയനെ രണ്ടും കൽപ്പിച്ച ചായ പോലും കുടിക്കാതെ സ്കൂട്ടർ എടുത്ത് വീണ്ടും ആനന്ദപുരിയിലേക്ക് പോവാണ്. ഇതിന് ബാക്കി എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്ക് ബൈ ഗായ്സ്.